ഒരു കാര്യം എന്താണെന്നറിയോ? റമദാൻ വന്നിട്ടൊരു മനുഷ്യന് ആ റമദാനിലൂടെ നന്നാവാൻ സാധിച്ചില്ലെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിക്കാണ്. സഹാബികൾക്ക് കേൾക്കാൻ പറ്റൂലല്ലോ, വഹി അറിയുന്ന പ്രവാചകനിലെ കേൾക്കും. പ്രവാചകൻ പതിവില്ലാത്തൊരു ആമീൻ മിമ്പറി കയറിയപ്പോൾ. അപ്പോൾ സഹാബി നിസ്കാരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അല്ല റസൂലെ, ഇന്ന് എന്തൊരു പതിവില്ലാത്ത ആമീൻ എന്ന് ചോദിച്ചു. പറഞ്ഞ ജിബ്രീൽ പ്രാർത്ഥിച്ചത് എന്ത്? റമദാൻ ആഗതമായിട്ട് അതിൽ നിന്ന് മനുഷ്യന്റെ മനസ്സിന് പരിവർത്തനം കിട്ടാതെ, മാറ്റങ്ങൾ ഉണ്ടാക്കാതെ റമദാൻ ഉപയോഗപ്പെടുത്താത്ത ആ മനുഷ്യനെ ആര് ശപിക്കുന്നു? മലക്ക് ശപിക്കുന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ശപിക്കുന്നു. ഏക്കൂലി ആ ശാപം. നരകത്തിൽ നിന്ന് 70 വർഷത്തെ യാത്രാദൂരം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊന്ന് കണക്കൂട്ടിയാൽ മതി, അത്രമാത്രം അകലത്തിലേക്ക്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചും നല്ല ഉദ്ദേശത്തിലോ പടച്ചോനോട് ഒറ്റക്ക് കിട്ടുന്ന സന്ദർഭത്തിൽ കണ്ണീരൊഴുക്കിയും റവാത്തിബ് സുന്നത്തുകളിലും നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കുമ്പോൾ സ്വകാര്യമായും നമ്മൾ അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പുകാരൻ്റെ 2 സന്തോഷങ്ങളാണ്. എന്താ 2 സന്തോഷം? ലിസ്വാഇമി ഫർഹത്താനി, ലിസ്വാഇമി ഫർഹത്താനി, 2 അനുഭൂതികൾ നോമ്പുകാരന് കിട്ടും, 2 ആഹ്ലാദങ്ങൾ നോമ്പുകാരന് കിട്ടും. ഫർഹത്തുൻ, ഒന്നാമത്തെ സന്തോഷം എപ്പോഴാണെന്നറിയോ? ഇന്ദ ഫുത്തൂരിഹി, ഇതൊക്കെ സഹിച്ച് എല്ലാം ത്യജിച്ച് നാവിനെ നിയന്ത്രിച്ച് കേൾവിയെ നിയന്ത്രിച്ച് കാഴ്ചകളെ നിയന്ത്രിച്ച്. ഞാനിത് പറയുന്നതിനൊക്കെ അർത്ഥമുണ്ട്. വെറുതെ വീട്ടിലിരുന്ന് AC-യിലിരുന്ന് ഫാൻ്റെ ചോട്ടിലിരുന്ന് മൊബൈൽ കണ്ട് നോമ്പാക്കാമെന്നൊരിക്കലും വിചാരിക്കേണ്ടതില്ല. കണ്ണും കാതും ഹൃദയവും ഇന്ദ്രിയങ്ങളും അറിഞ്ഞുള്ള നോമ്പ്. അങ്ങനെ നോമ്പ് ചെയ്യുന്ന നോമ്പുകാരന് നിസ്വാഇം ഫർഹത്താൻ, 2 സന്തോഷം. ഒന്ന് ഫർഹത്തുൻ ഇൻദ ഫുതൂരിഹി, നോമ്പ് തുറക്കുമ്പോൾ അല്ലാഹുമ്മ ലക സുംത്, നോമ്പ് തുറക്കുമ്പോൾ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ലക സുംത് വഅലാ റിസ്ഖിക അഫ്തർത്, അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് നോക്കിയിരിക്കുന്നു. വഅലാ റിസ്ഖിക അഫ്തർത്, നിന്റെ റിസ്ക് ഭുജിച്ചുകൊണ്ട് ഞാനിതാ ആ നോമ്പ് മുറിച്ചിരിക്കുന്നു. ഇത് പറയുമ്പോൾ ഒരു വിശ്വാസി ആ സമയത്ത് അനുഭവിക്കുന്ന ഒരു അനുഭൂതിയുണ്ട്. അതാണ് ഒന്നാമത്തെ സന്തോഷം. 2ാമത്തെ സന്തോഷം, എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരങ്ങളെ, നമ്മൾ ഈ ജീവിതത്തിൽ നമ്മൾ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങൾക്കും ആത്യന്തികമായി നിത്യലോകത്ത് പ്രതിഫലം നൽകാൻ കാത്തിരിക്കുമ്പോൾ അവിടെ ഉള്ളത് ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, തൻ്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്ന ആ സന്ദർഭം. ഈ 2 സന്തോഷങ്ങളുള്ള ഒരു ഇബാദത്ത് ആരംഭിച്ചിരിക്കുകയാണ്. അത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണം. അതിൽ മായം കലരാതെ, അതിൻ്റെ മർമ്മമറിഞ്ഞ്, അതിൻ്റെ സത്തയെ ഊറ്റിയെടുത്ത്, അതിൻ്റെ നന്മകളെ ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ച്, മനസ്സിനെ ശുദ്ധീകരിച്ച്, വാക്ക്